പാലക്കാട് നഗരത്തിൽ വിരണ്ടോടി ഭീതി പരത്തിയ എരുമയെ മണിക്കൂറുകൾക്കൊടുവിൽ പിടികൂടി. ഹോട്ടലിലേക്ക് ഓടിക്കയറിയ എരുമയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത്. വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്ത എരുമയെ മരുന്ന് നൽകി മയക്കി. എരുമയുടെ ഉടമസ്ഥൻ പുതുനഗരം സ്വദേശി മുഹമ്മദ് സലീം സ്ഥലത്തെത്തി. വാർത്തകൾ ചേരുന്ന നിഖിൽ, പൊത്താണോ എരുമയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും അത് കുറച്ച് സമയം ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി, അതിനുശേഷം കീഴടങ്ങി അല്ലേ? തീർച്ചയായിട്ടും അശ്മി, ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിയോട് കൂടിയിട്ടാണ് ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. പക്ഷേ ഈ നഗരത്തിൽ ഈ എരുമ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പുലർച്ചെ മുതലാണ്. 4 മണിക്കാണ് ഈ അറക്കാൻ വേണ്ടി എത്തിച്ച പുതുനഗരം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സലീമിന്റെ ഉടമസ്ഥതയിൽ ഒരുമിച്ചെത്തിച്ച എരുമകളിൽ ഒന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഭീതി നഗരത്തിൽ ഇത് സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ കുത്തിമറിച്ചിട്ടു. നേരെ പാഞ്ഞെത്തിയത് ഈ നഗരത്തിൽ തന്നെയുള്ള ഇന്ദ്രപ്രസ്ഥ എന്ന ഹോട്ടലിലേക്കാണ്. ആ ഹോട്ടലിന്റെ പുറകുവശത്തേക്ക് കയറി കൂടിയ എരുമ അവിടെ തന്നെ നിലയുറപ്പിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. കാരണം നഗരത്തിലൂടെ ഇത് പാഞ്ഞു നടക്കുകയാണെങ്കിൽ അത് വലിയ അപകടങ്ങൾ വരുത്തി വെച്ചേനെ. എന്തായാലും ഈ ഹോട്ടലിനകത്ത് ഏതാണ്ട് മണിക്കൂറുകൾ ഈ എരുമ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ചില ബൈക്കുകളും മറ്റും കുത്തിമറിച്ചു. 7 മണിയോട് കൂടി ഫയർഫോഴ്സ് സംഘം എത്തിയതിന് പിന്നാലെ അവർ വടമിട്ടുകൊണ്ട് കുരുക്കിട്ടുകൊണ്ട് ഇതിനെ ലോക്കാക്കുകയായിരുന്നു. അല്ലെങ്കിൽ നഗരത്തിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലുകയും വലിയ രീതിയിൽ ആളുകളെ മറ്റും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളം സമയം അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുള്ളിൽ ഇതിനെ തളയ്ക്കാൻ ഫയർഫോഴ്സ് സംഘത്തിനായി. പിന്നീട് വെറ്റിനറി സർജൻ സംഭവ സ്ഥലത്തെത്തി മരുന്ന് നൽകിയ ശേഷമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. എന്തായാലും ഇതിന്റെ ഉടമ പറയുന്നതനുസരിച്ച് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തങ്ങൾ നിസ്സഹായരായിരുന്നു എന്നാണ് പറയുന്നത്. പോത്തിന് ഈ എരുമയ്ക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് വെറ്റിനറി ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഹാഷ്മി.